നമസ്കാരം. മൈ ലിറ്റിൽ ലൈഫ്സ് ബൈ ഡോക്ടർ ജിഷ്ണു എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിൽ രക്തം കലർന്ന വയറിളക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായ ഷിഗല്ല അണുബാധയെക്കുറിച്ചാണ്. പല മാതാപിതാക്കൾക്കും ഇതിനെക്കുറിച്ച് ഭയപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഷിഗല്ലയെക്കുറിച്ച് എല്ലാ പ്രധാന സംശയങ്ങൾക്കും ഡോക്ടർ ജിഷ്ണു മറുപടി നൽകും. ഡോക്ടർ, ആദ്യം തന്നെ പറയാമോ, എന്താണ് ഷിഗല്ല? ഷിഗല്ല എന്നുള്ളത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഈ ഷിഗല്ല എന്നുള്ള ബാക്ടീരിയ ഒരു ഹൈലി സ്പ്രെഡിങ് ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ്. ഇത് എങ്ങനെയാണ് പകരുന്നത്? ഇത് പകരുന്നത് ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ്. ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രധാനമായിട്ടും പകരുന്ന ഒരു വഴികളെന്ന് പറയുന്നത് ഭക്ഷണം, കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെ, പിന്നെ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സർഫസസ്, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസസിലൂടെ വരാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ടോയ്സിലൂടെ വരാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വരാം. ഷിഗല്ല ബാധിച്ച കുട്ടിക്ക് ആദ്യം എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണുക? ഷിഗല്ല ബാധിച്ച കുട്ടികൾക്ക് ആദ്യമായിട്ട് കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് പനി, പിന്നെ ഒന്ന് നമുക്ക് കാണുന്നത് വയറിളക്കം, പിന്നെ കാണുന്നതാണ് ഛർദി. ചില കുട്ടികളിൽ മാത്രം ബ്ലഡ് ഇൻ സ്റ്റൂൾസ് കാണും, അതായത് രക്തത്തോടു കൂടിയുള്ള ലൂസ് മോഷൻസ് കാണാറുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് അബ്ഡോമിനൽ ക്രാംസ്, അതായത് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയും കാണാറുണ്ട്. ഇനിയുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ് ഡോക്ടർ. മലത്തിൽ രക്തം കണ്ടാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മലത്തിൽ രക്തം കാണുന്നത് എല്ലായ്പ്പോഴും ഷിഗല്ല ആവണമെന്നില്ല. മലത്തിൽ രക്തം കാണുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഈവൻ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിൽ പോലും മലത്തിൽ ഫ്രഷ് ആയിട്ടുള്ള ബ്ലീഡിങ് കാണാം. ഇനി നമ്മുടെ ഷിഗല്ലയിൽ ഈ നമ്മുടെ മലത്തിലൂടെ രക്തം പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തിരിയും കൂടെ സിവിയർ ആയിട്ടുള്ള കേസസിലാണ്. ഇനിയുള്ളത് വളരെ കോമൺ ആയ ഒരു സംശയമാണ് ഡോക്ടർ. മലത്തിൽ രക്തം കണ്ടാൽ മാതാപിതാക്കൾ ആദ്യം എന്ത് ചെയ്യണം? മലത്തിൽ രക്തം കണ്ടാൽ ആദ്യമേ തന്നെ ആശങ്കപ്പെടാതിരിക്കുക. ഇനി ഈ മലത്തിൽ രക്തം കാണുന്നത് പല കണ്ടീഷനുകളിൽ കാണാമെന്നുള്ളതും നമ്മൾ ഓർക്കണം. എല്ലായ്പ്പോഴും അത് ഷിഗല്ല ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കാരണമായിരിക്കില്ല. അപ്പോൾ നമുക്ക് മലത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള പീഡിയാട്രീഷ്യനെ കാണിച്ച് അതിൻ്റെ രോഗവിവരങ്ങൾ തിരക്കി നമ്മൾ അതിനനുസരിച്ച് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം എടുക്കാൻ. സാധാരണ നമ്മളോട് ORS കൊടുക്കാൻ പറയാറില്ലേ ഡോക്ടർ? അത് എത്ര കൊടുക്കേണ്ടി വരും? ORS എന്നുള്ളതാണ് നമ്മുടെ ഈ ഷിഗല്ല ഗ്യാസ്ട്രോഎൻട്രൈറ്റിസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ORS എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഡീഹൈഡ്രേഷനത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ORS എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ORS കുടിക്കുന്നതിലൂടെ കുട്ടിക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസും സോഡിയവും പിന്നെ അതിൻ്റെ കൂടെ പൊട്ടാസ്യവും എല്ലാ ഇലക്ട്രോലൈറ്റ്സും എലോങ് വിത്ത് വെള്ളത്തിൻ്റെ അളവും ആ കുട്ടിയിൽ ബോഡിയിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നതാണ്. അപ്പം ORS എന്നുള്ളത് നമ്മൾക്ക് ഈ കുട്ടിക്ക് എത്ര തവണ മോഷൻസ് പോകുന്നു അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കാറ്. നമ്മുടെ ബോഡിയിൽ വേണ്ടുന്ന മെയിൻ്റനൻസ് ഫ്ലൂയിഡ്സ് ഉണ്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഫ്ലൂയിഡ്സ് എലോങ് വിത്ത് നമുക്ക് എത്രത്തോളം ലൂസ് മോഷൻസ് ആയിട്ട് വെള്ളം പോകുന്നു അതിൻ്റെ ഒരു ഡെഫിസിറ്റ്, ഫ്ലൂയിഡ് ഡെഫിസിറ്റ് എന്ന് പറയും, അതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കുട്ടിക്ക് ഈ ORS കൊടുക്കാൻ വേണ്ടി. സാധാരണ OPയിൽ എന്നും കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ ഡോക്ടർ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഷിഗല്ല ബാധിച്ച കുട്ടിക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുക്കാം, അത് എന്തൊക്കെയാണ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഷിഗല്ല ബാധിച്ച കുട്ടികൾക്ക് പ്രധാനമായി നമുക്ക് ചോറ് കൊടുക്കാം, പിന്നെ തൈര് കൊടുക്കാം, പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡുകളെല്ലാം കൊടുക്കാം. പിന്നെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം, ഓയിലി ആയിട്ടും സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. എല്ലാ കുട്ടികൾക്കും സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളിവിടെ ബത്തേരിയിൽ ഷിഗല്ല ഔട്ട്ബ്രേക്ക് വന്നപ്പം
ആദ്യത്തെ ഒരു 9-10 കുട്ടികൾക്ക് മാത്രമേ നമ്മൾ മോഷൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഹൈലി സ്പ്രെഡിങ് നേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് വന്നതും ഷിഗല്ല തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഒരു 10-300 കുട്ടികളിൽ മേലെ ഷിഗല്ല ഉള്ള കുട്ടികളുണ്ടായിരുന്നു ബത്തേരിയിൽ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസും കൂടിയാണ്. അപ്പം ഈ വയറുവേദന, ഛർദി, ലൂസ് മോഷൻസ് അലോങ് വിത്ത് ബ്ലഡ് ഇൻ സ്റ്റൂളൊക്കെ കാണുകയാണെങ്കിൽ ഒരുവിധം കുറേ കുട്ടികൾക്ക് ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഡെക്സ് കേസുകൾ മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഫാസ്റ്റ് സ്പ്രെഡിങ് ഡിസീസ് ആണെന്ന്. അങ്ങനെ നോക്കിയാൽ ഈ ഷിഗല്ല എത്രത്തോളം അപകടകാരിയാണ്? ഷിഗല്ല എന്നുള്ളത് ഒരു അപകടകാരിയായിട്ടുള്ള ഒരു അസുഖമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നാൽ, അല്ലെങ്കിൽ ഈ ഷിഗല്ല കാരണം ന്യൂറോളജിക്കൽ സിംറ്റംസ് വന്നാൽ, അല്ലെങ്കിൽ ഷിഗല്ല കാരണം റീനൽ ബ്രേക്ക് ഡൗൺ, ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം വന്നാൽ, ഇങ്ങനത്തെ കണ്ടീഷനുകളിലെല്ലാം അതൊരു അപകടകാരിയായിട്ടുള്ള ഡിസീസാണ്. പക്ഷേ ഒരുവിധം നമ്മൾ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഒരു 10-300ഓളം കുട്ടികളെല്ലാവരും തന്നെ സേഫായിട്ട് ആൻറ്റിബയോട്ടിക്സൊക്കെ എടുത്ത് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ റിക്കവറായിട്ടുള്ള കാര്യമാണ്. ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എല്ലാ കുട്ടികൾക്കും ആൻറ്റിബയോട്ടിക്സ് വേണം? ഷിഗല്ല എന്നുള്ളൊരു ബാക്ടീരിയ ബാധിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ആൻറ്റിബയോട്ടിക്സ് നിർബന്ധമൊന്നുമില്ല. മൈൽഡായിട്ടുള്ള ഡിസീസുള്ള കുട്ടികൾക്കൊന്നും ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ സിവിയറായിട്ടുള്ള അസുഖമുള്ള കുട്ടികൾക്കെല്ലാം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ നല്ല റെസ്പോൺസ് കിട്ടുന്ന ഒരു ഓർഗാനിസമാണ് ഷിഗല്ല. നമ്മൾ എപ്പോഴാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത്? കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷിഗല്ല ആയിക്കോട്ടെ, വേറെ എന്ത് തരം ലൂസ് മോഷൻസ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് ആൻഡ് ഇലക്ട്രോലൈറ്റ് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കേണ്ടത്. കുട്ടിക്ക് ശരീരത്തിൽ നിന്നും നിർജ്ജലീകരണം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അതായത് കുട്ടി വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മോഷനിലൂടെ വെള്ളം പോകുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഛർദ്ദിച്ചു പോകുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല, യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറവാണ്, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത്. വീട്ടിലെ മറ്റുള്ളവർക്ക് ഇത് പകരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വീട്ടിലെ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹാൻഡ് ഹൈജീനാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഷിഗല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കൊറോണ പോലെയല്ല, നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സർഫസിലൂടെ സ്പ്രെഡ് ചെയ്യുന്നൊരു രോഗമായതുകൊണ്ട് നമ്മൾ ഹാൻഡ് ഹൈജീനാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഷിഗല്ലയുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ ഉള്ള ബാക്കിയുള്ള പാരൻസ് എല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള ബാത്റൂംസ് ഷെയർ ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള പാത്രങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, ടോയ്സ് ഷെയർ ചെയ്യുമ്പോൾ, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ രോഗി തൊടുന്ന സാധനങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഹൈജീൻ നല്ലോണം ശ്രദ്ധിക്കണം. ഹാൻഡ് വാഷിംഗ് ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന പോലെ പറയുകയാണെങ്കിൽ ഇന്ന് മാതാപിതാക്കൾ ഓർമ്മിക്കേണ്ട ഒരു 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് മാതാപിതാക്കൾ ഓർമ്മിക്കേണ്ടത് ഏറ്റവും പ്രധാന 3 കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഷിഗല്ല എന്നുള്ള കാര്യം, ഷിഗല്ല എന്നുള്ളൊരു രോഗം നമ്മൾ ഒരുവിധം എല്ലാവരും മറന്നു കഴിഞ്ഞു. പക്ഷേ അതങ്ങനെ മറക്കാൻ പറ്റിയൊരു രോഗമല്ല. കാരണം ഈ ഒരു രോഗം ഏത് നിമിഷം വേണമെങ്കിലും ഇനിയും നമ്മളുടെ ഇടയിൽ വരാം. ഇപ്പോൾ മഴയുടെ ആരംഭം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിലും ഈ ഷിഗല്ല ഒരു പ്രധാനപ്പെട്ട രോഗമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഷിഗല്ല എന്നുള്ളൊരു രോഗം ഒത്തിരി ഭീതിയോടെ കാണേണ്ട ഒരു രോഗമല്ല എന്നുള്ളതാണ് നമ്മുടെ പാരൻസിനോട് എല്ലാവരോടും പറയാനുള്ളത്. ഷിഗല്ല എന്നുള്ള രോഗം പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രോഗമാണ്.
പക്ഷേ അതിൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ സ്റ്റാറ്റസും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഒക്കെ നമുക്ക് നല്ലോണം നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഈ കുട്ടികളുടെ ഈ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിലോ അല്ലെങ്കിൽ മോഷൻ പോകുന്നത് ഒത്തിരി കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഷിഗല്ല പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഹാൻഡ് ഹൈജീനാണ്. നമ്മളെപ്പോഴും ആഹാരം കഴിക്കുന്നതിന് മുന്നേ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഷിഗല്ല രോഗം ഉള്ളൊരു വീട്ടിലെ ആൾക്കാരാണെങ്കിൽ അവരെപ്പോഴും ഈ സാധനങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, രോഗിയുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതെപ്പോഴും ക്ലീനായിട്ട് നമ്മൾ ഹാൻഡ് ഹൈജീനും ഈ സാധനങ്ങളാണെങ്കിലും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഹാൻഡ് ഹൈജീൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ പല മീഡിയാസിൽ ഓൺലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അത് നോർമലി നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ സാനിറ്റൈസർ സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്താലും മതിയാവുമോ? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് 7 സ്റ്റെപ്പാണ് ഹാൻഡ് ഹൈജീനിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇത് ഞാൻ വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഹാൻഡ് ഹൈജീൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് സോപ്പും, ഇപ്പോൾ കോമൺലി നമ്മളുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സോപ്പും വെള്ളവും തന്നെയാണ് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഹാൻഡ് സാനിറ്റൈസർ ഒരിക്കലും ഹാൻഡ് ഹൈജീനിന് വേണ്ടി നമ്മൾ അങ്ങനെ അത്ര കോമൺലി യൂസ്ഡും അല്ല, അത്ര 100% ഹാൻഡ് ഹൈജീൻ കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനും പറ്റുന്നതല്ല. ഈ ഒരു ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, സമയത്ത് ചികിത്സ ലഭിച്ചാൽ ഷിഗല്ല ബാധിച്ച മിക്ക കുട്ടികളും നമുക്ക് പൂർണ്ണമായും സുഖം പ്രാപിക്കാൻ സാധിക്കും. വളരെ ഉപകാരപ്രദമായ വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദിയുണ്ട് ഡോക്ടർ. ഇനിയും ഇതേപോലുള്ള ടോപ്പിക്സുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ നന്ദി. താങ്ക് യു.